ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ തന്നെ ജുമാ നമസ്കാരം ആദ്യമായി നടന്ന പള്ളിയാണ് ഇത്. ക്രിസ്തുവർഷം 629 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഭരണകാലയളവിൽ ഇവിടം സന്ദർശിച്ചിരുന്നു. അറബ് നാട്ടിൽ നിന്നും വന്ന മാലിക് ഇബ്നു ദിനാർ ആണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. അന്നത്തെ കേരളീയ വാസ്തുശില്പകലയുടെ മാതൃകയിലാണ് അത് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും പഴയ ക്ഷേത്രക്കുളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കുളം ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പള്ളിയുടെ പഴയ ചിത്രം കേരളീയമായ ക്ഷേത്ര മാതൃകയെ ഓർമ്മിപ്പിക്കുന്നതാണ്. കേരളത്തിലെ എല്ലാ പള്ളികളും അന്ന് ക്ഷേത്ര മാതൃകയിൽ തന്നെ ആയിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഇസ്ലാം മതം രൂപപ്പെട്ട 7-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് സ്ഥാപിതമായി എന്ന് സത്യമാണ്. എന്നാൽ 11-ലോ 12-ലോ ആയിരിക്കണം പള്ളി പണിതത് എന്നാണ് പള്ളിയുടെ അടിത്തറയുടെ ഘടന മുൻനിർത്തി ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. അനിസ്ലാമികമെന്ന് ചില മുസ്ലിം കേന്ദ്രങ്ങളെങ്കിലും കരുതുന്ന ആചാരങ്ങൾ നടക്കുന്ന ഒരു മുസ്ലിം ദേവാലയം കൂടിയാണ് ഈ പള്ളി. അടുത്ത കാലത്ത് ഈ ആചാരങ്ങൾ വലിയ വിവാദമാവുകയും ചെയ്തു. നിലവിളക്ക് കൊളുത്തിവെക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക മുസ്ലിം പള്ളിയാണ് ചേരമാൻ പള്ളി. നിലവിളക്ക് കൊളുത്തുന്നത് നിഷിദ്ധമാണ് എന്ന ഇസ്ലാമിക സങ്കല്പത്തിന് വിരുദ്ധമാണ് ഇത്. ആരാധനയുടെ ഭാഗമായി നിലവിളക്ക് കൊളുത്തൽ തെറ്റാണെങ്കിലും ഈ പള്ളിയിൽ ആരാധനയ്ക്കല്ല, മറിച്ച് വെളിച്ചത്തിന് വേണ്ടിയാണ് നിലവിളക്ക് കൊളുത്തുന്നത്. എന്നാലും നിലവിളക്ക് ചേരമാൻ പള്ളിയുടെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുകയാണ്. പള്ളി സന്ദർശിക്കുന്നവർക്ക് ഈ വിളക്കിലെ എണ്ണ പ്രസാദമായി നൽകുകയും ചെയ്യുന്നു. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെയാണ് ഈ എണ്ണ പ്രസാദമായി വാങ്ങാൻ വിശ്വാസികൾ ഈ പള്ളിയിലേക്ക് എത്തുന്നത്. അവസാനത്തെ ചേര രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയ്ക്ക് പോയതായും അതിനെ തുടർന്ന് കേരളത്തിലെ കൊടുങ്ങല്ലൂർ എത്തിയ മാലിക് ഇബ്നു ദിനാർ ആണ് ഇന്നത്തെ ചേരമാൻ പള്ളി സ്ഥാപിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ചേരമാൻ പെരുമാൾ ബുദ്ധമതമാണ് സ്വീകരിച്ചത് എന്നും മുസ്ലിം പരിവർത്തനങ്ങൾ അന്ന് നടന്നിരുന്നില്ല എന്നും വാദിക്കുന്നവരുമുണ്ട്. ചേരമാൻ പെരുമാളും പള്ളിവാണ പെരുമാളും ഒന്നാണോ അതോ വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും മാലിക് ദിനാറുമായി ബന്ധമുള്ള ഒരു ചേര രാജാവ് ഉണ്ട് എന്നത് തർക്കമറ്റ കാര്യമാണ്. ആ ചേര രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കാനും സാധ്യതയുണ്ട്. ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ ഇസ്ലാമിക സമൂഹം ശക്തമാണ് എന്നത് ഇക്കാര്യം വെളിപ്പെടുത്തുന്നുമുണ്ട്. ചേരമാൻ പെരുമാൾ പ്രവാചകൻ മുഹമ്മദിന്റെ ഖ്യാതി അറബ് വ്യാപാരികളിൽ നിന്നും അറിഞ്ഞ് തന്റെ രാജ്യാധികാരം മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് കൈമാറുകയും മക്കത്ത് പോയി ഇസ്ലാം മതം സ്വീകരിച്ച് യാത്രയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്ന ഒരു കഥ നിലവിലുണ്ട്. അവിടെ ഇന്നും അദ്ദേഹത്തിന്റെ ഖബർ പ്രത്യേകം സംരക്ഷിച്ചു പോരുന്നുണ്ടത്രേ. അദ്ദേഹത്തിന്റെ അനുയായികളിൽ പ്രമുഖനായ മാലിക് ബിൻ ദിനാറിന്റെ നേതൃത്വത്തിൽ പിന്നീട് ഒരു സംഘം കേരളത്തിലെത്തി. ആദ്യം കൊടുങ്ങല്ലൂരിലും ശേഷം കേരളത്തിൽ പലയിടത്തായി 11ഓളം പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം.